അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അവിടെ ഇന്നത് പോറ്റിയെ കയറ്റിയെ ബാക്കി എന്താ പോറ്റിയെ കയറ്റിയെ സ്വർണം കട്ട എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അതിനകത്ത് ശാസ്താവിന്റെ ധനം ഊറ്റിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് ശാസ്താവിനെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ്, അയ്യപ്പ, ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് സഖാക്കളെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്വാമിമാരെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ആരും പറയുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത് ആർക്കാണ് പൊള്ളുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല അവസാനം പറയുന്ന മറ്റു കാര്യങ്ങളും ചിലപ്പോൾ അസ്വസ്ഥരാക്കുന്നുണ്ടാകും. കാരണം ശബരിമല ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ആയിരിക്കില്ല ശ്രീ മല കയറ്റി ഇത് സഖാക്കളാണ് മോഷണം നടത്തിയതാണെന്ന് ആര് പറഞ്ഞു എന്നാണ് ശ്രീ റജി ലുക്കോസ് ചോദിക്കുന്നത്. അപ്പൊ വാസു സഖാവല്ല, പത്മപപ്പൻ അദ്ദേഹം സഖാവല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞ് ഇവരെ ആരെയും കോടതി ഒന്നും ചെയ്തിട്ടില്ലാന്ന്. ശരി, എന്തായാലും ശബരിമലയിലെ സ്വർണം മോഷണം പോയി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആർക്കും സംശയമില്ല, എതിരഭിപ്രായമില്ല. അത് ഹൈക്കോടതിയുടെ തന്നെ ഫൈൻഡിംഗ് ആണ്. അവിടുത്തെ സ്വർണ്ണത്തിനകത്ത് കാര്യമായ കുറവുണ്ടായി എന്നുള്ള കാര്യം. ആഭ്യന്തര മന്ത്രാലയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ശരി, ഈ സ്വർണം പോയത് ആരാണ് എടുത്തോണ്ട് പോയതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വന്നാൽ, ഈ സഖാക്കളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ആരാ എടുത്തോണ്ട് പോയത്? അപ്പൊ അന്വേഷണം നടത്തിയപ്പോ അകത്ത് പോയത് ആരൊക്കെയാ? അത് സഖാവ് വാസുവും സഖാവ് പത്മകുമാറും ഒക്കെയാണ് അകത്ത് പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ നാട്ടുകാർ പറയില്ലേ സ്വാഭാവികമായിട്ട് സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ്, അയ്യപ്പ എന്ന് പറയുന്നതിനകത്ത് എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന യാഥാർത്ഥ്യം, അതിനെക്കുറിച്ചുള്ള പാട്ടാണിത്. അല്ലാതെ അയ്യപ്പനെതിരായിട്ടുള്ള ഒരു പാട്ടല്ല, മതവിശ്വാസത്തിനെതിരെയുള്ള ഒരു പാട്ടല്ല. ഇത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൽ തെളിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാർട്ടിക്കാരൻ നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അപ്പൊ അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത്. UDF മാത്രമല്ലോ, BJPയും ഈ പാട്ട് ഉപയോഗിച്ചിട്ടില്ലേ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ? അത് ഇപ്പോൾ പറയുന്നത് ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ്, അതുപോലെ തന്നെ അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിലുള്ളതാണ് ഈ പാട്ടിന്റെ വരികൾ എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അത് CPM ഏറ്റെടുക്കുകയാണ്. മഞ്ജുഷേ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. പക്ഷെ നമ്മുടെ ചില ട്രോൾ ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിൽ, പർട്ടിക്കുലർലി ഇടത് ചായവുള്ള ഗ്രൂപ്പുകൾ, അതിനെ ഒരു വലിയ ഒരു പരിഹാസ്യമാക്കി മാറ്റിയായിരുന്നു. മതവികാരം വ്രണപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അയ്യോ കുരു പൊട്ടുന്നോ എന്നാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഓർമ്മയിലുണ്ട് ICU എന്ന് പറഞ്ഞിട്ടൊരു ട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം ഏതാണ്ട് മരിച്ചുപോയി ആ ഗ്രൂപ്പ്. അപ്പോൾ ആ ട്രോൾ ഗ്രൂപ്പ് വളരെ പെട്ടെന്നൊരു ശ്രദ്ധയിലേക്ക് വരുന്നു. അയ്യപ്പൻ്റെ പേരിൽ ഒരു 4 വരി വളരെ മോശമായിട്ടുള്ള രീതിയിൽ അയ്യപ്പ സ്വാമിയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു 4 വരി എഴുതിയിടുന്ന അടുത്ത് നിന്നാണ് തുടങ്ങുന്നത്. അതിന്റെ പേരിലാണ് ഒരു പരിധിവരെ വലിയ വഴക്കുണ്ടാകുന്നതും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഔട്ട്സ്പോക്കൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. ഈ ട്രോൾ ഗ്രൂപ്പ് തുടങ്ങുന്നത് പോലും അയ്യപ്പനെ അപമാനിച്ചുകൊണ്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഇടതുപക്ഷക്കാരുടെ അന്നത്തെ വലിയ വിപ്ലവങ്ങളും വിപ്ലവ ചിന്തകളും പുരോഗമന ചിന്തകളും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇന്നൊരു 10 വർഷം കഴിയുന്ന സമയത്ത് ഇന്ന് സഖാക്കൾ എല്ലാവരും കൂടി മുമ്പിൽ ഇറങ്ങി വന്നു നിന്നിട്ട് ഞങ്ങളുടെ അയ്യപ്പനെ അപമാനിക്കുന്നോ, ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നോ എന്നൊക്കെ ചോദിച്ച് വരുന്നത് കാണുമ്പോൾ കാലം എന്നൊന്നുണ്ടെന്നും അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണെന്നും പറഞ്ഞ് ഒന്നും കൂടി ഒന്ന് ശരണം വിളിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. സഖാക്കളെ, നിങ്ങളെ കൊണ്ട് ഇനിയും അയ്യപ്പൻ മുട്ടിലഴയിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അയ്യപ്പന്റെ പേരിൽ വോട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും പറയട്ടെ മഞ്ജുഷ, അയ്യപ്പന്റെ പേരിൽ വോട്ട്, ശരി, അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അവർ പറഞ്ഞോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല. അയ്യപ്പന്റെ പേരിൽ ഇവരെന്തൊക്കെയായി നാട്ടിൽ കാണിച്ചു കൂട്ടിയേ? കേരളവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട്. ആ കോളേജിനകത്ത് ഒരു സ്ത്രീയുടെ ചോര ഒലിച്ചിറങ്ങുന്ന കാലിന്റെ ഇടയെന്ന് അയ്യപ്പന്റെ, നമ്മുടെ ശബരിമലയിൽ കാണുന്ന അയ്യപ്പ സ്വാമിയെ തല തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങി വന്നിട്ട് അവിടെ SFI എന്നും പറഞ്ഞ ബോർഡ് ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിത്രമാണത്. അതിന്റെ ഫോട്ടോസ് ഇവർ വരച്ചു വെച്ചിരിക്കുന്നതിന്റെ. അപ്പോഴൊന്നും ഇവർക്ക് മതവികാരം വ്രണപ്പെട്ടില്ലേ? ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് കുരുപൊട്ടിയെങ്കിൽ നിങ്ങൾ പോയി ഓയിൻമെന്റ് വരട്ടു എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ അയ്യപ്പന്റെ പേരിൽ തന്നെ തോറ്റു കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്ന സമയത്ത് സഖാക്കൾ ഇമ്മാതിരി ഉഡായ്പകളൊക്കെ ആയിട്ട് ഇറങ്ങുന്നേ. അത് സ്വാഭാവികമാണ്. കാരണം ആ പാട്ടിനെ അത്രയും ജനകീയമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ചുമ്മാ വെറുതെ നടക്കുന്നവർ വരെ പോറ്റിയെ കയറ്റി എന്നൊക്കെ പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും റജി ലൂക്കോസ് പറയുന്നുണ്ട് ഇത് പരാതി കിട്ടി അതുകൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നു, അത്രേ ഉള്ളൂ എന്ന്. പക്ഷെ അതൊന്നും അല്ലല്ലോ കാര്യം. അയ്യോ, പരാതി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു മഞ്ജുഷേ, എത്രയോ പരാതികൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുന്നതാണ്. ഇതുവരെ ഇടതുപക്ഷക്കാർ അന്വേഷിച്ചായിട്ട് നമ്മുടെ ആരുടെ അറിവിലില്ല.
മഞ്ജുഷ ഈ പറയുന്ന ഈ കേരളവർമ്മ കോളേജിൽ ഈ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പോലും അതാത് പോലീസ് സ്റ്റേഷനുകളിൽ മതവികാരം മരണപ്പെടുന്നു എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും ആ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അവിടെ ഇവിടെ തിരിഞ്ഞു നോക്കിയതായിട്ട് എന്റെ അറിവിലില്ല. അത് മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എം എഫ് ഹുസൈൻ എന്ന് പറയുന്ന നമ്മുടെ വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം സരസ്വതി ദേവിയെ ഉൾപ്പെടെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ചിത്രങ്ങൾ വരച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. എത്രയോ പരാതികൾ ഇവിടുന്ന് പോയി, എത്രയോ വിവാദങ്ങളുണ്ടായി, എത്രയെത്ര ലേഖനങ്ങൾ അതിന്റെ പേരിലുണ്ടായി. അദ്ദേഹത്തിന് രാജാരവർമ്മയുടെ പേരിൽ പുരസ്കാരം കൊടുക്കുന്നു. അപ്പോഴൊക്കെ ഇവരെന്താ ചെയ്തത്? ആൾക്കാരെ നോക്കി പരിഹസിക്കുകയായിരുന്നു. ഇപ്പോ സ്വന്തം നെഞ്ചിനകത്ത് അമ്പ് കൊള്ളുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധി വന്നു. പെട്ടെന്ന് തന്നെ വികാരം വ്രണപ്പെടാൻ പാടില്ല എന്നായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ശബരിമല സമര സമയത്ത് ഇവരുടെ കുണ്ടന്നൂരിലെ MLA ആയിട്ടുള്ള ശ്രീ M സ്വരാജ്, DYFIയുടെ മുൻ പ്രസിഡന്റൊക്കെ ആയിരുന്നല്ലോ, അദ്ദേഹം എത്ര മോശമായിട്ടാണ് അയ്യപ്പസ്വാമിയെ കുറിച്ചിട്ട് സംസാരിച്ചത് നിന്നിട്ട്, എത്ര മോശമായിട്ട്, എത്ര ഹീനമായിട്ടാണ് സംസാരിച്ചത്. ഇന്ന് വരെ പിന്നെ അതിനുശേഷം നിയമസഭ കാണാനുള്ള ഒരു യോഗം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഒരു ടൈമിൽ 2 തവണ തോക്കുന്നു എന്ന് പറയുന്ന ഒരു റെക്കോർഡ് വരെ അദ്ദേഹത്തിന്റെ ഇതിലായി. പക്ഷേ 2021 തോറ്റു. അതിനുശേഷം അതേ നിയമസഭയുടെ കാലഘട്ടത്തിൽ തന്നെ വീണ്ടും മത്സരിച്ച് തോറ്റു. അതും ദയനീയമായി തോറ്റു. സ്വന്തം നാട്ടിൽ തോറ്റു എന്നാണ്. ഒന്ന് സിറ്റിംഗ് സീറ്റിൽ തോറ്റു, അതിനുശേഷം സ്വന്തം നാട്ടിൽ, ജനിച്ചു വളർന്ന നാട്ടിൽ പോയി തോറ്റു. അപ്പോൾ ഒരേ ടൈമിൽ 2 തവണ തോക്കുന്നു എന്ന് പറയുന്ന അപൂർവമായ റെക്കോർഡ് വരെ അദ്ദേഹത്തിന് കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഇവർക്കാർക്കും വികാരമൊന്നും വ്രണപ്പെട്ടില്ല. എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിമർശിച്ചു, ഈ പറയുന്ന ഉഡായിപ്പ് സംഘടനയുടെ ആൾക്കാർക്കൊന്നും അപ്പോ വികാരമൊന്നും വ്രണപ്പെട്ടില്ലേ? അവരെന്താ അപ്പ പരാതി കൊടുക്കാതിരുന്ന MLA-ക്കെതിരെ പരാതി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇതൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമായിരുന്നോ? ഇത് 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ജനകീയമായി മാറിക്കഴിഞ്ഞ ഈ സർക്കാരിനെതിരായിട്ടുള്ള, അതിനിപ്പോ പാട്ടാവട്ടെ, വരികളാകട്ടെ, കഥാപ്രസംഗമാവട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അത് ഈ നാട്ടിൽ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു നയം തന്നെയാണ് ഇടതുപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിയായ ഫാസിസം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഈ കേസ് ഉണ്ടാക്കിയതാണ് പ്രസിഡന്റ് ആയത്. അല്ലെങ്കിൽ അങ്ങനെ പോയോ? ഞങ്ങൾ എവിടെയാ കേസ് കൊടുത്തിരിക്കുന്നത്? ഒരു പിണറായി സർക്കാരിന്റെ പോലീസ് തന്നെ കേസെടുത്തത്. വിജി തമ്പി, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവ് വിജി തമ്പി ആ കേസിൽ അനുകൂലിച്ചു വന്നിരിക്കുന്നു. ഇവർ തന്നെ സ്പ്ലിറ്റാ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിശ്വഹിന്ദു വർഷത്തെ കേസ് കൊടുത്തിട്ടില്ല. വിജയ് തമ്പി ഇന്ന് വരെ ഒരു പോലീസ് സ്റ്റേഷനിലും പോയി കേസ് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ഇപ്പുറത്ത് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഭക്തരായിട്ടുള്ള ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഇത് കേട്ടിട്ട് വ്രണപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. പക്ഷെ ഇത് കേസുമായിട്ട് പോയിട്ട് ഇത് നിർത്തിക്കേണ്ടതിന്റെ ആവശ്യം ആർക്കാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ശ്രീ റജി ലൂക്കോസെ, അങ്ങനെ പോലെ ഒരാളോട് ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആർക്കാണിത് പൊള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. അപ്പൊ തീർച്ചയായിട്ടും കേസ് കൊടുത്തിട്ട് ഈ പാട്ട് ഉള്ള സ്ഥലത്തുനിന്ന് മുഴുവൻ റിമൂവ് ചെയ്യിക്കുക, ആരും കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി, ഇതൊക്കെ ആരുടെ ആവശ്യം? ഇതൊക്കെ ആരുടെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യം? എന്തായാലും ഇത് കേൾക്കുന്നത് കൊണ്ട് അയ്യപ്പസ്വാമിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ള അയ്യപ്പ ഭക്തർക്കും എന്തെങ്കിലും പ്രശ്നമാണ്. ചിലർക്ക് അതിനകത്ത് എൻ്റെ അടുത്ത് വേറൊരാളും പറഞ്ഞായിരുന്നു, ഞങ്ങൾ വളരെ ചെറുതിലെ മുതലേ കേട്ട് തുടങ്ങിയ ഒരു പാട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവർ പറഞ്ഞത് ആ പാട്ടിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ആ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ്, നമ്മൾ വളരെ ചെറുതിലെ മുതലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരണം വിളിക്കൊപ്പം കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ഈ ഒരു അർത്ഥത്തിൽ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വലിയ വിഷമം ഉണ്ടാകുന്നുണ്ട്. വരികൾ അസ്വസ്ഥരാക്കുന്നുണ്ടാകും. പറയുന്നില്ലല്ലോ അതിനകത്ത് അയ്യപ്പനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ അതിനകത്തൊന്നും കേട്ടില്ല. പോറ്റിയെ കയറ്റി അല്ല, ഞാൻ മഞ്ജുഷ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ പാട്ടിന്റെ വരികൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. പോറ്റി അശീലമാണോ? അല്ല. പോറ്റിയെ കയറ്റി അത് അശീലമാണോ? അല്ല. പോറ്റിയെ കയറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ കയറ്റി, ശബരിമലയിൽ കയറ്റി അല്ലേ? അവിടെ നിന്ന് എന്ത് ചെയ്തു? സ്വർണ്ണം കട്ടു. ഇതിനകത്ത് എന്താണ് അശീലം ഇരിക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് തെറ്റായിട്ടിരിക്കുന്നത്? ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇതല്ല. അവിടെ ഇരുന്ന കട്ടളയും വാതിലും ഒക്കെ ഇളക്കിയെടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ ആ പാട്ടിന്റെ ഓരോ വരികളായിട്ട് അതെ, അത് അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അവിടെ ഇന്നത് പോറ്റിയെ കയറ്റിയെ, ബാക്കി എന്താ പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം കട്ട എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അതിനകത്ത് ശാസ്താവിന്റെ ധനം ഊറ്റിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് ശാസ്താവിനെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. സ്വർണ്ണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് സഖാക്കളെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്വാമിമാരെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ആരും പറയുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത് ആർക്കാണ് പൊള്ളുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല അവസാനം പറയുന്ന മറ്റു കാര്യങ്ങളും ചിലപ്പോൾ അസ്വസ്ഥരാക്കുന്നുണ്ടാകും. കാരണം ശബരിമല ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ആയിരിക്കില്ല അമ്മണിമാരെ മല കയറ്റി.